1977 മെയ് 19 20 വയസ്സുള്ള കോളിൻ സ്റ്റാൻ എന്നൊരു യുവതി അമേരിക്കയിലെ യുജീനിലുള്ള തൻ്റെ വീട്ടിൽ നിന്നും കാലിഫോർണിയയിലെ വെസ്റ്റ് വുഡിലുള്ള ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ ജന്മദിന പാർട്ടിയിൽ പങ്കെടുക്കാൻ പോകുകയായിരുന്നു. ഒരു നീല വാൻ അവൾ കണ്ടു. അവൾ അവിടെ കൈ കാണിക്കുകയാണ്. ആ വാൻ അവിടെ നിർത്തുന്നു. എന്നാൽ അവൾ അറിയുന്നില്ല, അമേരിക്കയുടെ തന്നെ ചരിത്രത്തിലെ സമാനതകളില്ലാത്ത സത്യമെന്ന് വിധി എഴുതാൻ പോകുന്ന ഒരു കേസിലേക്കാണ് താൻ കാലെടുത്ത് വയ്ക്കുന്നതെന്ന്. ഏകദേശം 7 വർഷത്തോളം ഒരു ശവപ്പെട്ടിയിൽ അടക്കപ്പെട്ട് ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയയാകേണ്ടി വന്ന അവസ്ഥയാണ് ആ പെൺകുട്ടിക്ക് അവിടെ വരുന്നത്. അവിടുന്ന് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട് തിരിച്ചെത്തി ഈ ലോകത്തോട് അവൾ ഒരുപാട് കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞു. അതെന്താണെന്നല്ലേ നമുക്ക് നോക്കാം. തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ സ്റ്റാൻ ബർത്ത്ഡേ പാർട്ടിക്ക് പോവുകയാണ്. അവൾ ഒരു വാൻ കൈ കാണിക്കുന്നു. അതവിടെ നിർത്തുന്നു. അത് കയറുന്നു. സാധാരണ പെൺകുട്ടികൾ തോന്നുമൊക്കെ കൈ കാണിച്ച് യാത്ര പോകാറില്ല. പക്ഷെ സ്റ്റാനിന് ഇതൊരു ഇൻട്രസ്റ്റ്. പക്ഷെ അപ്പോഴൊക്കെ അവൾക്ക് മോശം അനുഭവം ചിലപ്പോൾ ഉണ്ടാകാറുമുണ്ട്. അതുകൊണ്ട് തന്നെ മോശം അനുഭവം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി മാന്യമായ ഡ്രസ്സ് ധരിച്ച ആളുകൾ, ഫാമിലിയായിട്ട് പോകുന്നവർ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലേ അവൾ ഏത് വണ്ടിയിലും കയറത്തുള്ളൂ. ഇങ്ങനെയുള്ള ആ പെൺകുട്ടി അന്ന് കൈ കാണിച്ച വാഹനത്തിലും ഒരു ഫാമിലി ആയിരുന്നു യാത്ര ചെയ്തിരുന്നത്. 23 വയസ്സുള്ള കാമറൂൺ എന്ന് പറയുന്ന ആളും അയാളുടെ 19 വയസ്സുള്ള അനീസ് എന്ന ഭാര്യ, അവരുടെ 8 മാസം പ്രായമുള്ള ഒരു പെൺകുഞ്ഞ്. അപ്പോൾ പിന്നെ ഭയപ്പെടേണ്ടതില്ലല്ലോ എന്ന് സ്റ്റാൻ ഉറപ്പിക്കുകയാണ്. ഈ പെൺകുട്ടി വാഹനത്തിൽ കയറി യാത്ര തിരിക്കുന്നു. വാഹനം കുറച്ച് ദൂരം പോയി ഒരു ഗ്യാസ് സ്റ്റേഷനിൽ നിർത്തുകയാണ്. അപ്പോൾ സ്റ്റാനിനൊന്ന് ബാത്റൂമിൽ പോകണമെന്ന് തോന്നുകയാണ്. സ്റ്റാൻ ബാത്റൂമിൽ പോവുകയാണ്. കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ സ്റ്റാനിനൊരു ഉൾവിളി വരികയാണ്. സ്റ്റാൻ, നീ രക്ഷപ്പെട്ടോ, ഒരു കെണിയാണ് ഇത്. എന്നാൽ അവൾ ഇതൊന്നും സാരമാക്കുന്നില്ല. ഒരു ഫാമിലിയുടെ കൂടെ തിരിച്ച തനിക്ക് എന്ത് സംഭവിക്കാനാണ്? അവൾ തിരിച്ച് വണ്ടിയിലേക്ക് വീണ്ടും കയറുന്നു. യാത്ര തുടരുന്നു. ഒരു വിജനമായ പ്രദേശത്ത് ഈ വണ്ടി എത്തുകയാണ്. കാമറൂൺ ഒരു കത്തി അവളുടെ കഴുത്തിൽ വയ്ക്കുന്നു. ശബ്ദിക്കരുത് എന്ന് പറയുകയാണ്. സ്റ്റാൻ ആകെ പേടിച്ച് വിറയ്ക്കുകയാണ്. അപ്പോൾ അയാളുടെ ഭാര്യ ഈ വണ്ടിയിൽ നിന്നും ഒരു ബോക്സ് എടുത്ത് ഇയാൾക്ക് കൊടുക്കുകയാണ്. ഈ ബോക്സിനെ പല അന്തർദേശീയ മാധ്യമങ്ങളിലും വിശേഷിപ്പിക്കുന്നത് ഹെഡ് ബോക്സ് എന്നായിരുന്നു. ഒരു തലഭാഗം മാത്രം മറയുന്ന ബോക്സാണിത്. ഇതിട്ടെന്ന് വെച്ച് മരണമൊന്നും സംഭവിക്കത്തില്ല. ശബ്ദം അധികം പുറത്ത് കേൾക്കില്ല. പ്രകാശവും കയറില്ല. പക്ഷെ ഓക്സിജൻ കിട്ടും. ഏകദേശം 10 കിലോ ഭാരമുള്ള ഒരു പെട്ടി. ഇത് പൊട്ടിക്കാനൊന്നും പറ്റത്തില്ല. എന്തായാലും ഈ ബോക്സും ഇട്ട് ഈ പെൺകുട്ടിയെ അവരെ ഇരുത്തിയിരിക്കുകയാണ് കാറിൽ. ആ വണ്ടി ചെന്നെത്തുന്നത് ഇവരുടെ വീട്ടിലേക്കാണ്. ഈ പെൺകുട്ടിയെ ആ വീട്ടിൽ കൊണ്ടുപോയിട്ട് കാമറൂൺ ക്രൂരമായിട്ട് തല്ലുകയാണ്. എന്നിട്ട് ഇയാൾ ഈ 23 വയസ്സുള്ള ഈ ചെറുക്കൻ ബോക്സിൽ ഇരുത്തുകയാണ്. ഈ ബോക്സ് എന്ന് പറഞ്ഞാൽ കിടക്കാനൊന്നും പറ്റില്ല, ചുരുണ്ടുകൂടി ഇരിക്കാം, അത്രയേ ഉള്ളൂ. എന്നിട്ട് ഈ ബോക്സ് പൂട്ടുന്നു. ഒരു ദിവസം കഴിഞ്ഞ് പുറത്തെടുത്ത് കുറച്ച് ഭക്ഷണം കൊടുക്കും, വീണ്ടും എടുത്തിട്ട് അടിക്കും, വീണ്ടും ബോക്സിലിടും. ഇങ്ങനെ ദിവസങ്ങൾ ഇതുപോലെ കടന്നു പോകുന്നു. എന്തിനാണ് ഇയാൾ തന്നെ ഇങ്ങനെ അടിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലാകുന്നില്ല. മാനസികമായ പീഡനമാണ് ശരിക്കും കാമറൂൺ ഇതിൽ ഉദ്ദേശിക്കുന്നത്. കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഇയാൾ പിന്നീട് ലൈംഗികമായിട്ട് ഇവളെ ദുരുപയോഗം ചെയ്യാൻ തുടങ്ങി. ബോക്സിലിരുന്ന് അവൾ ആകെ തകർന്നു. കാരണം ഒന്നും ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. ഈ ബോക്സിലാണ് ഇവൾ ബാക്കി നേരം ഫുള്ളും ഇരിക്കുന്നത്. ഈ ബോക്സ് ഇവരുടെ കട്ടിലിൻ്റെ അടിയിലാണ് വച്ചിരിക്കുന്നത്. വീട്ടുകാർ അന്വേഷണം നടത്തിയെങ്കിലും സ്റ്റാനിനെ കിട്ടുന്നില്ല. ഇവൾ എങ്ങോട്ടോ ഒളിച്ചോടി എന്നാണ് അവർ കരുതിയിരുന്നത്. വീണ്ടും കാലം കടന്നു പോകുന്നു. ഈ പെൺകുട്ടിയെ ഒരു ദിവസം പുറത്തെടുത്ത് ഇവർ ഒരു എഗ്രിമെൻറ്റിൽ ഒപ്പുവയ്ക്കുകയാണ്. ആ എഗ്രിമെൻ്റ് എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു ലൈംഗിക അടിമയായിട്ട് കഴിയാം എന്നായിരുന്നു. ഒരു നിവൃത്തിയും ഇല്ല, കാരണം ഈ ബോക്സിൽ തന്നെയാണ് ജീവിതം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾ ആ എഗ്രിമെൻറ്റിൽ ഒപ്പുവയ്ക്കുകയാണ്. ഇടയ്ക്ക് ഇയാൾ വീടിനകത്ത് മാത്രം തുറന്നു വിടാൻ തുടങ്ങി. അതും വീട്ടുജോലി ചെയ്യാനും കുട്ടിയെ നോക്കുന്നതിനും വേണ്ടിയിട്ട്. കാമറൂൺ ഒരു ദിവസം ഇവളോട് പറയുകയാണ്, നീ ഇപ്പോൾ അകപ്പെട്ടിരിക്കുന്നത് ഒരു വലിയ കെണിയിലാണ്. ദ കമ്പനി എന്ന് പറയുന്ന ഒരു വലിയ സംഘം ഇതിനു പുറകിലുണ്ട്. ഞാൻ അതിലൊരാൾ മാത്രമാണ്.
അവർ പറയുന്ന കാര്യങ്ങൾ കുറച്ചൊക്കെ മാത്രമാണ് ഞാൻ നിന്നോട് ചെയ്യുന്നത്. നിന്നെയും എന്നെയും അവർ പുറത്ത് നിരീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് നീ പുറത്തുപോയി രക്ഷപ്പെടാൻ നോക്കിയാൽ നിന്റെ വീട്ടുകാർക്കും നിന്നെ അറിയാവുന്നവർക്കുമൊക്കെ ഇത് തന്നെ അനുഭവിക്കേണ്ടി വരും. ഇതും കൂടെ കേട്ടപ്പോൾ സ്റ്റാൻ ആകെ പേടിക്കുന്നു. ഈ സമയത്ത് അയാൾ ഒരു അയവ് ചെയ്തു കൊടുക്കുകയാണ്. ഈ ബോക്സ് മാറ്റി നീണ്ടു നിവർന്നു കിടക്കാൻ പറ്റുന്ന മറ്റൊരു പെട്ടിയിലേക്ക് സ്റ്റാനിനെ ആക്കുന്നു. അനങ്ങാനൊന്നും പറ്റില്ല. ഇടയ്ക്ക് ഇയാൾ പുറത്തെടുത്ത് ലൈംഗികമായി ഉപയോഗിക്കും, അല്ലെങ്കിൽ വീട്ടുജോലി ചെയ്യിപ്പിക്കും. ഒരു 3 വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് മനസ്സിലായി ഈ കുട്ടിയെ പുറത്തു വിടാൻ പറ്റുന്ന ഒരു പരുവമായിട്ടുണ്ടെന്ന്. കാരണം അത്രത്തോളം മാനസികമായി ഈ കുട്ടി ഇയാൾക്ക് അടിമയായി കഴിഞ്ഞു. ഇയാളുടെ ഭാര്യ ഇതിനൊക്കെ കൂട്ടുനിൽക്കുന്നത് എന്തെന്ന് നിങ്ങൾക്ക് തോന്നാം. അതിനും ഒരു കാരണമുണ്ട്. ഈ ഭാര്യയെയും ഇതുപോലെ തട്ടിക്കൊണ്ടുവന്ന് അടിമപ്പെടുത്തി പീഡിപ്പിച്ച് പിന്നീട് വിവാഹം കഴിച്ചതാണ്. ഭാര്യയോടും ഇയാളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടു പോകാൻ നീ കൂട്ടുനിന്നാൽ നിനക്കുള്ള പീഡനം പകുതിയായി കുറയ്ക്കും. ഇയാൾ സ്റ്റാനിനെ പുറത്ത് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനും ജോലിക്കുമൊക്കെ വിടാൻ തുടങ്ങി. സ്വന്തം വീട്ടിൽ വരെ അവളെ വിട്ടു. കാരണം അയാൾക്കറിയാം അവൾ ആരോടും ഒന്നും പറയില്ല എന്ന്. കമ്പനിയെ അവൾക്ക് പേടിയാണ്. അവൾ വീട്ടിൽ പോലും ഒന്നും പറഞ്ഞിരുന്നില്ല. കാമറൂണിനെ ഇവൾ വളരെ സ്നേഹത്തോടെ അച്ഛനമ്മമാർക്ക് പരിചയപ്പെടുത്തുകയാണ്. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന ആളാണെന്ന്. അയാളും നല്ല രീതിയിൽ തന്നെ അഭിനയിക്കുകയാണ്. ഒരു 7 വർഷമൊക്കെ കഴിഞ്ഞു. അപ്പോഴും അവൾ താമസിക്കുന്നത് ഈ ശവപ്പെട്ടിയിലാണ്. പഴയതുപോലെയൊക്കെ തന്നെ കാര്യങ്ങൾ നടക്കുകയുമാണ്. ഈ സമയത്ത് കാമറൂണിൻ്റെ ഭാര്യ ജാനീസ് പള്ളിയിലെ വൈദികനോട് എല്ലാം തുറന്നു പറയുന്നു. ഒരു പെൺകുട്ടി 7 വർഷമായി തൻ്റെ വീട്ടിൽ ഈ അവസ്ഥയിലാണ്. താനും ഇങ്ങനെ തന്നെയാണ് അകപ്പെട്ടത്. കാരണക്കാരൻ തൻ്റെ ഭർത്താവാണെന്ന്. വൈദികൻ ഭർത്താവിനെ പറഞ്ഞു തിരുത്തുമെന്നാണ് ജാനീസ് വിചാരിക്കുന്നത്. വൈദികൻ പറയുന്നു, നീ വീട്ടിൽ പോയി ആ പെൺകുട്ടിയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. ജാനീസ് വീട്ടിലെത്തി സ്റ്റാനിനോട് പറയുന്നു, കമ്പനി എന്നൊന്നുമില്ല, അയാൾ ഉണ്ടാക്കിയതാണ് അതൊക്കെ, നീ രക്ഷപ്പെട്ടോ. എന്നാൽ സ്റ്റാൻ അതൊന്നും വിശ്വസിക്കുന്നില്ല. ഉത്തരം ജാനീസ് പറയുന്നത് കേട്ട് അവസാനം സ്റ്റാൻ വിശ്വസിക്കുന്നു. അവൾ ആകെ തകർന്നു പോവുകയാണ്. കാരണം ഇല്ലാത്ത ഒന്നിനെ ഭയപ്പെട്ട് തന്നെ 7 വർഷം ജീവിക്കേണ്ടി വന്നല്ലോ എന്ന്. പിന്നീട് അവൾ താമസിച്ചില്ല. സ്റ്റാൻ രക്ഷപ്പെടാൻ തീരുമാനിക്കുന്നു. ജാനീസ് അവളെ വീട്ടിൽ കൊണ്ടുവന്നാക്കുകയാണ്. ഭർത്താവിനെപ്പറ്റി വീട്ടുകാരോട് പറയരുത്, എന്നാൽ അയാൾ നമ്മളെ 2 പേരെയും കൊല്ലും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ജാനീസ്. പക്ഷേ ഈ പെൺകുട്ടി വീട്ടിൽ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുകയാണ്. വീട്ടുകാർ പോലീസിനെ അറിയിക്കുന്നു. ഇയാൾ അറസ്റ്റ് ചെയ്യപ്പെടുകയാണ്. 1973 മുതൽ 1984 വരെ നീണ്ട 7 വർഷങ്ങൾ ഇവൾ ഉറങ്ങിയത് ഈ ശവപ്പെട്ടിയിലായിരുന്നു. 1984 നവംബർ 18-നാണ് കാമറൂൺ അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. അതിനുശേഷം അയാളുടെ ഭാര്യ അയാൾ ഇതിനു മുൻപ് ചെയ്തിട്ടുള്ള കുറ്റങ്ങളെല്ലാം പോലീസിൽ തുറന്നു പറയുകയാണ്. പോലീസ് ജാനീസിനെ മാപ്പുസാക്ഷിയാക്കുന്നു. കാരണം ജാനീസ് ഇതിൽ അകപ്പെട്ടതാണ്. 1985 കേസിൻ്റെ വിചാരണ നടക്കുകയും 104 വർഷത്തെ തടവിന് അയാളെ കോടതി ശിക്ഷിക്കുകയും ചെയ്യുന്നു. 2023 മാത്രമേ പരോൾ അനുവദിക്കുകയുള്ളൂ എന്നും കോടതി പറയുന്നു. 2015 ഇയാൾ പരോളിന് അപ്പീൽ കൊടുക്കുന്നു. ഇനി അയാൾക്ക് അപ്പീൽ കൊടുക്കാൻ സാധിക്കുക 2030 മാത്രമാണ്. പിന്നീട് സ്റ്റാനും ജാനീസും ഒക്കെ തങ്ങളെപ്പോലെ കഷ്ടത അനുഭവിച്ച പെൺകുട്ടികൾക്ക് വേണ്ടി ഇപ്പോഴും സേവനങ്ങൾ ചെയ്യുകയാണ്. യഥാർത്ഥത്തിൽ നടന്ന ഈ കഥയെ ആസ്പദമാക്കി ദ ഗേൾ ഇൻ ദ ബോക്സ് എന്ന സിനിമയും ഡോക്യുമെൻ്ററി സിനിമയും ഒക്കെ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇപ്പോഴും ജീവനോടെയുള്ള ആ ഒരു സ്ത്രീ ഇന്ന് ഒരു 80 വയസ്സ് പ്രായമൊക്കെ ഉണ്ട്. ഹൃദയഭേദകമായ ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ഇതൊന്ന് ഷെയർ ചെയ്യുക. ചാനലൊന്ന് സബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണം. ഇനിയും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.